സാബുമോൻ പണ്ട് ക്യാമറ ഒളിക്യാമറ വെച്ചല്ലേ ഇത് ചെയ്തിരുന്നത്. ഞങ്ങൾ നേരെ വന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. കന്നഡത്തിൽ ഇങ്ങനെ ഒരുപാട് തമാശകളുണ്ട്. ആ മരപ്പൊട്ടൻ ഇതുവരെ മനസ്സിലായിട്ടില്ല കാൻഡിഡ് ക്യാമറ ഷോയും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. മുഖമില്ലാതെ അഡ്രസ് ഇല്ലാതെ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് പിറകിൽ ആരാണ് എന്നുള്ളത് അറിയാനുള്ളൊരു താല്പര്യം എല്ലാവർക്കും ഉണ്ടല്ലോ. ദയവേദി ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. ഇപ്പൊ ആക്ടേഴ്സിന്റെ കാര്യം നോക്കിയാലും സമാധാനമായിട്ടൊരു സ്ഥലത്തേക്ക് പോകാം എന്നുള്ളൊരു ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായി പോകുന്നു ഇവര് കാരണം. ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം, പക്ഷെ ആ ചെയ്യുന്നതിനൊക്കെ ഒരു എത്തിക്സ് വേണം. എന്ത് ചെയ്യാം, എന്റെ സ്വഭാവമായി പോയി. ഒരു വേദിയിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴോ ഒക്കെ മനുഷ്യരാണ്. വസ്ത്രം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴേ ഇത് ഷൂട്ട് ചെയ്ത് ഒരു കണ്ടന്റ് ആക്കി പിന്നെ സംഭവിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് അല്പം ഓവറല്ലേന്ന് എനിക്കും തോന്നുന്നുണ്ട്. അവരത് മോണിറ്റൈസ് ചെയ്യുന്നുണ്ട്, അവർ അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് കാശ് കൊടുക്കണം, അത് കറക്റ്റ്. ഇവർക്ക് രണ്ട് ആംഗിളേ ഉള്ളൂ. ഒന്ന് ലോ ആംഗിൾ, താഴെ നിന്ന് മുകളിലേക്ക് എടുക്കുക, പിന്നെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് എടുക്കുക. അത് നല്ല അടികൊള്ളാത്തതിന്റെ ഈ രണ്ടും ഓക്വേർഡ് ആയിട്ടുള്ള ആംഗിളുകളാണ്. ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആംഗിളുകളുണ്ട്, പക്ഷെ ഇവർ ഉപയോഗിക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ്. 3 നേരം ഉരുട്ടി വിഴുങ്ങുന്നു, ഉരുണ്ട് നടക്കുന്നു, ഉറങ്ങുന്നു, ഉണരുന്നു, അത് മാത്രം മതിയോ? ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? അതിനെ അവര് പിന്നെ വിൽപ്പന ചരക്കാക്കി മാറ്റി അവര് വിൽക്കുന്നു. അപ്പൊ അതിന് പിന്നിൽ ആരാണെന്ന് അറിയണ്ടേ? ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉരിച്ചു നിർത്തി കൂമ്പിലിടിച്ചെന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. യാതൊരു സത്യവും ഇല്ലാത്ത വാർത്തകളൊക്കെ ഹെഡർ മാത്രമേ കാണുള്ളൂ, അതിനകത്ത് വേറെ ഒന്നും കാണില്ല. പക്ഷെ എന്നിട്ട് ആളുകളുടെ ഒക്കെ ഫോട്ടോസ് വെച്ചിട്ട് ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള പ്രചരണങ്ങൾ നടക്കും. ന്യൂ ജനറേഷൻ ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ഞാനത് മുമ്പൊരിക്കൽ പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള ആളുകൾ ആക്ച്വലി അന്വേഷിച്ച് ചെന്ന് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. വേണ്ട കണ്ടെത്തണ്ട. വീഡിയോ എടുത്ത സമയത്ത് അവരുടെ ഒരു റിയാക്ഷൻ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതാണ് ഏറ്റവും അത്ഭുതകരമായിട്ട്. അപ്പൊ അവർക്ക് അതിന് എന്തോ തോന്നുന്നുണ്ട്, അവർ ചെയ്യുന്ന ഒരു ക്രൈം ആണെന്നുള്ളത്. ചളമായെന്ന് തോന്നുന്നു. കാര്യം അല്ലാതെ നമ്മൾ എന്തിനു മുഖം മറയ്ക്കണം? ഒരു ക്യാമറ തിരിയുമ്പോൾ നമ്മൾ മുഖം മറച്ച് ഓടിക്കളയേണ്ട കാര്യമില്ലല്ലോ. അതിൽ വരുന്നവര് മുഖംമൂടി വെച്ചും പിന്നെ ക്യാമറ തിരിഞ്ഞാൽ ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നവരെ മനുഷ്യരാണ്. അപ്പൊ കൈൻഡ് ഓഫ് എന്താ പറയുന്ന അവർക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും അവരൊരു ക്രൈമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കലാബോധമില്ലാത്ത കൊലപാതകളായി ഈ ഏരിയ മുഴുവൻ. ഞാൻ കുറെ നാളുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അത് സ്പോണ്ടേനിയസ്ലി എനിക്ക് എല്ലാവരെയും കൂടെ കൈ കിട്ടി അന്ന്, അവരുടെ ദൗർഭാഗ്യവശാല.